വിരുന്നിന് ടീം ഇപ്പോഴുള്ളത് മലേഷ്യയിലാണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമോക്കാൻ നമ്മോടൊപ്പമുള്ള അതിഥി ഡോക്ടർ NR നമ്പ്യാറാണ്. എല്ലാ മലേഷ്യയിലെ മലയാളികൾക്കും അറിയാവുന്ന വളരെ പ്രശസ്തനായ വ്യക്തിയാണ് ഡോക്ടർ നമ്പ്യാർ. അദ്ദേഹം മലേഷ്യൻ മലയാളി ഹിന്ദുമത പാരമ്പര്യ പരിഷത്തിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ ഒരുപാട് സംഘടനകൾ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്. ഒരുപാട് ടെലിവിഷൻ റേഡിയോ പ്രോഗ്രാമുകൾ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം. GB ഹോൾഡിങ്സ് എന്ന മലേഷ്യയിലെ കജാങ്ങിലെ വളരെ പ്രശസ്തമായ ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം ഡോക്ടർ നമ്പ്യാരെ വിരുന്നിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇവിടെ മലയാളികൾ വരാറുണ്ടോ? ഏതൊക്കെ തരം പ്രശ്നങ്ങളാണ് കൂടുതലും അഭിമുഖീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നത്? കുടുംബത്തിൽ നിന്നാണോ അതോ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ മലയാളികൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെ? സാധാരണ പേഷ്യനായിട്ട് വരുന്ന മലയാളികൾ മാത്രമേ വരുന്നില്ല. അപ്പോൾ മലേഷ്യ എന്ന് പറഞ്ഞ രീതിയിൽ എല്ലാ ചൈനീസും ഇന്ത്യൻസും എല്ലാവരും വരും. സാധാരണ നമ്മുടെ സമുദായത്തിന് വേണ്ടി നമ്മുടെ സമുദായക്കാരോ കുറച്ച് പ്രശ്നമാണ്. അവർക്ക് സ്വന്തം പ്രശ്നം ഉള്ളപ്പോൾ മൂന്നാം പേരുകടുത്ത് കാണുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു താല്പര്യം ഇല്ല, പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കോളജി കൗൺസിൽ കാണുമ്പോൾ അവരോട് നമ്മുടെ പ്രോബ്ലം ഒക്കെ പറഞ്ഞ് അവർക്ക് അറിഞ്ഞു പോകും. കൂടാതെ സമുദായത്തിൽ നമുക്ക് ഒരു നമ്പ്യാരെ കാണാൻ വരുന്നുണ്ട്. നമ്പ്യാരടുത്ത് പറഞ്ഞ് എന്റെ ഭാര്യയുടെ പ്രോബ്ലം കുറച്ചുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്പ്യാർക്ക് അറിഞ്ഞു പോകില്ലെന്നൊരു പേടി. അപ്പൊ സാധാരണ പറയുമ്പോൾ നമ്മുടെ സമുദായങ്ങൾ വരുന്നത് കുറച്ച് കുറവാണ്. കൂടുതൽ വരുന്നത് ചൈനീസ് മലേഷ്യയാണ് കൂടുതലായിട്ട് പേഷ്യൻസ്. മിക്കവാറും വരുന്ന പേഷ്യൻസ് മലേഷ്യ ചൈനീസാണ് അധികം. അവരെല്ലാം തുറന്നു പറയും. അവരുടെ പ്രോബ്ലം മുഴുവനും പറയും. ഒരു പോലീസ് മുതൽ വന്നിട്ടുണ്ട് എന്റെ കേസ്. ഒരു പോലീസ് എന്തെന്ന് വെച്ചാൽ അവർക്കൊരു പ്രശ്നം, അവർ സ്വന്തം എല്ലാ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടാവില്ല. അവർ സ്വന്തം വീട്ടിൽ പ്രോബ്ലം, ഫാമിലി പ്രോബ്ലം ഉണ്ടായിരുന്നു, മക്കളുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ അടുത്ത് കണ്ടു വന്നിട്ട് നമുക്ക് നമ്മുടെ കൗൺസിലിംഗ് കിട്ടിപ്പോയി അവർക്ക് സന്തോഷമായി. പ്രധാനമായിട്ടും താങ്കൾ ഓർത്തിരിക്കുന്ന പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ഏതൊക്കെയാണെന്ന് പറയാമോ? മലയാളിയായിട്ട് കിട്ടിയത് എനിക്ക് ആദ്യം ഒരു പുരസ്കാരം കിട്ടിയത് കുവൈത്തിൽ ഞാൻ ചെന്ന ഗർഷം അവാർഡ് കിട്ടിയത് ഫസ്റ്റ്. ഞാൻ അവിടെ കുവൈറ്റ് ചെന്നു. അത് ഒരു കുവൈറ്റ് അറബ് നാട് കാണുന്ന വെച്ചാൽ ഫസ്റ്റ് അറബ് നാട് കണ്ടത് കുവൈറ്റാണ്. അവിടെ പിന്നെ മുതൽ കുറെ മലയാളി അറബ് നാട് ചെന്നപ്പോൾ അറബ് നാടെന്ന് പറയില്ല, കുട്ടി കേരളം എന്ന് പറയാം. ഗർഷം അവാർഡ് ഫസ്റ്റ് അവിടെ കിട്ടി. അതിനുശേഷം പിന്നെ എല്ലാ വർഷത്തിലും കേരളത്തെ ട്രിവാൻഡ്രത്ത് നടത്തുന്ന കേരള പ്രവാസി ഭാരതി കേരള അവർ നടത്തുന്ന എല്ലാ വർഷത്തിലും ആദ്യം കർമ്മരത്ന അവാർഡ്, പിന്നെ പ്രത്യേക അവാർഡ് തന്നു. 3 വർഷം ഞാൻ ചെന്ന അവിടെ 3 പ്രാവശ്യം 3 വർഷത്തിലും എനിക്ക് പ്രത്യേക അവാർഡുകൾ തന്നിട്ടുണ്ട്. കജാങ് നമ്പ്യാർ എന്ന് തന്നെ അറിഞ്ഞാൽ മലേഷ്യൻ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. താങ്കളുടെ കുടുംബം ആരൊക്കെയാണുള്ളത്, നാട്ടിൽ ആരൊക്കെയാണ്, ഇവിടെ ആരൊക്കെയാണ്, അതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് പറയും. ഞാൻ ജനിച്ചത് എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ 6 പേരാണ്. 3 ആണും 3 പെണ്ണുമായിരുന്നു. കജാങ്ങിൽ തന്നെ എല്ലാം കജാങ് തന്നെ. 2 ജ്യേഷ്ഠന്മാരും 3 ജ്യേഷ്ഠത്തി. ഞാനാണ് കടകുട്ടി, 6ാമത്തെ കുട്ടിയാണ്. ഒരു ചേട്ടൻ മരിച്ചു. ഇപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്. ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസന്ത. 3 മക്കളുണ്ട് ഞങ്ങൾക്ക്. അശ്വിൻ, പ്രവീൺ, നിത്യശ്രീ. അശ്വിനും പ്രവീൺ എന്ന് പറഞ്ഞാൽ മൂത്ത ആ മക്കൾ 2 പേരും അമേരിക്ക ചെന്ന് പഠിച്ച് വന്ന് ഇപ്പോൾ ജോലി ചെയ്തിട്ടിരിക്കുകയാണ്. എൻ്റെ കടകുട്ടി ഒടുവിലത്തെ മോള്, അവളാണ് ഇപ്പോൾ 11th സ്റ്റാൻഡേർഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞു, പിള്ളേന്ന് പരീക്ഷ കഴിഞ്ഞ്. നിത്യശ്രീ. ഈ 3 മക്കളാണ്. ഞാൻ ഇത്രയും സമൂഹ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും ഉത്സാഹം മാത്രമില്ല, എന്നെ വിട്ടുകൊടുത്ത് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് എൻ്റെ ഭാര്യ. അവൾക്ക് തീർച്ചയായിട്ടും നന്ദി പറയണം. എന്താ വെച്ചാൽ ഒരു സാറ്റർഡേ സൺഡേ ആണ് മിക്കവാറും ഞങ്ങൾ എല്ലാവരും വീട്ടിൽ ഫാമിലിയോട് ഇരിക്കണമെന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയും തീർച്ചയായിട്ടും നീ ഒരാളെന്തെങ്കിലും മക്കളോട് ഇരുന്നോ. അപ്പോൾ എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നു. അപ്പോൾ കുട്ടിയിൽ കുറച്ചൊരു പ്രായം വരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, വൈഫ് നീ ജോലി നിർത്തിക്കോ, എൻ്റെ ഒരു സമ്പാദ്യം മാത്രം മതി, അതുകൊണ്ട് നമ്മൾ കുടുംബം നടത്താം. ഞാൻ എന്നെ ഇങ്ങനെ സമൂഹ സേവകനായിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും ചെന്നുകൊണ്ടിരിക്കണം. അപ്പോൾ മക്കൾ വിട്ടുകൊടുക്കേണ്ട, മക്കൾ നമുക്ക് ഏതെങ്കിലും ഒരു ബന്ധമാണോ. അപ്പോൾ ഒരു അമ്മയെങ്കിലും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇത്തിരി കഷ്ടത്തിലായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് ജോലി നിർത്താൻ. അല്ലേ, സാധാരണ അത് കുറച്ച് കഷ്ടമായിരുന്നു.
അപ്പോൾ ഞാൻ ജോലി നിർത്തി ഭാര്യനോട് പറഞ്ഞു, നീ മക്കൾ നോക്കി മക്കളുടെ കാര്യങ്ങൾ സ്കൂൾ അയക്കാനും പഠിക്കാനൊക്കെ. അപ്പോൾ ഇത്രയും എൻ്റെ ഒരു കൂടെ ഭാര്യ മാത്രമല്ലാണ്ട് എൻ്റെ ഒരു വലത്തെ ഒരു സ്ട്രെങ്ത്തുള്ള ഒരു കൈയായിരുന്നു എൻ്റെ വൈഫ്. അവളാണ് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇത്രയ്ക്കും ഈ ശ്രീലങ്ക ചെല്ലുമ്പോഴാണ് അവളുടെ ശരിക്കും ഒരു ഇത് ഞാൻ അറിഞ്ഞത്. അവൾ പേടിച്ചു, എൻ്റെ വൈഫ് പേടിച്ചു. ഞാനൊരു സുനാമി സമയം ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവിന് വല്ലതും സംഭവിച്ചു പോകുമെന്നൊരു ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ച് വന്നില്ലെങ്കിൽ തോടെ തിരക്കില്ല, മക്കളും കുട്ടികളും നോക്കിയോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെയാണ് പറഞ്ഞത്. അത്രയും ഒരു സ്ട്രെങ്ത്തും അത്രയും ഒരു കോപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വീട് ഇരിക്കുന്ന 10 പേര് കൊടുത്തില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റില്ലല്ലോ. സമൂഹത്തിൽ നമുക്ക് സേവകനായിട്ട് ഇരിക്കുകയാണെന്നെങ്കിൽ വീട്ടിലത്തെ നല്ലൊരു കോപ്പറേഷൻ ഉണ്ടാവണം, ഇരിക്കണം. അപ്പോൾ എന്നിട്ട് എൻ്റെ മക്കളും അതുപോലെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ സമൂഹ സേവ വേണം. നമുക്ക് സമുദായത്തിന് നമുക്ക് ഏതെങ്കിലും നമുക്ക് ഒരു സേവ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സമുദായം നമുക്കൊരു ബന്ധം പരസ്പരമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അതുപോലെ എൻ്റെ മക്കളും ശരിക്കും ചില സ്കൂൾസ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർ അമേരിക്കൻ ഫീൽഡ് സർവീസിൽ ചെന്നിട്ട് അമേരിക്ക ചെന്നിട്ടുണ്ട്, പഠിക്കാനും ചെന്ന്. എൻ്റെ ഇളയ മോൻ ജപ്പാൻ ചെന്നിട്ടുണ്ട്. അങ്ങനെ സമൂഹ സേവയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എൻ്റെ മക്കളും ഞാനും ഈ എൻ്റെ സമുദായത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചെറിയ സേവകൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് സാർ. എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് മലയാളി എന്ന നിലയ്ക്ക് തന്നെ അതിനേക്കാൾ ഉപരി നമുക്ക് സംസാരിച്ചപ്പോൾ തോന്നിയത് താങ്കളാണ് മലേഷ്യൻ മലയാളിയല്ല, താങ്കൾ ഞങ്ങളുടെ കേരളത്തിലെ സ്വന്തം മലയാളിയാണ്. അതുകൊണ്ട് അതിനേക്കാൾ ആത്മാർത്ഥത താങ്കൾക്ക് ഫീൽ ചെയ്യുന്നു. താങ്കളുടെ വാക്കുകളിലുള്ള വ്യക്തത, സത്യസന്ധത എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നു. ഒപ്പം താങ്കളുടെ അർപ്പണബോധവും താങ്കൾ മലയാള സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾക്കും സർവേശ്വരൻ ഒരുപാട് അനുഗ്രഹങ്ങൾ വീണ്ടും തരട്ടെ. താങ്കളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, താങ്കളുടെ എല്ലാ ഭാവി പരിപാടികൾക്കും, താങ്കളുടെ എല്ലാ ആശയങ്ങൾക്കും ചിന്തകൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായി പിന്തുണയും നന്ദി. താങ്ക് യു വെരി മച്ച്.